വീട്ടിലെ മിത്രൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ചപ്പല കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. മീനെല്ലാം ഉണ്ട്, ഞാൻ കുറേ ദിവസമായിട്ട് ചപ്പല കറി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന ചപ്പലയുടെ ഈ തൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും തോന്നും. ഞങ്ങളുടെ തബരാന്ന് പറയും, നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ പൂ വരാനായിന് ചില ആൾ പൂ വന്നിട്ടാകുമ്പോൾ വെക്കല. ഞാൻ മാത്രം ഈ പൂ വരുന്ന സമയത്താണ് എനിക്കിത് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ നല്ല ഇതിൻ്റെ രുചി നല്ല പാങ്ങുണ്ടാവും, കുറച്ച് മധുരമെല്ലാം ആയിട്ട് നല്ല പാങ്ങുണ്ടാകും. അപ്പോൾ ഇത് ഞങ്ങളെ മിറ്റത്തന്നെ രണ്ട് തൈ. ഇന്ന് തേയില പുറത്തും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മിറ്റത്തിൻ്റെ തേയിന്ന് പറിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് ബൾപ്പിന്ന് പുറത്തുനിന്ന് പറിക്കാമെന്ന് വിചാരിക്കുന്നത്. പഴയ കാലത്തെല്ലാം പണ്ടത്തെ കാലത്തെല്ലാം നമ്മളെ അപ്പനും അമ്മമാരെല്ലാം ഇതിനെ തിന്നിട്ട് തന്നെ ബതിക്കിന. കർക്കിടക മാസത്തിൽ താളും തവര വേറെ തിന്നാനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാത്രമേ ഇഷ്ടം പോലെ അതും ഇതും തിന്നാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വില ആർക്കും അറിയുന്നില്ല. ഇതെല്ലാം വയറെല്ലാം ക്ലീൻ ആക്കുന്ന, പിന്നെ വെള്ളം എത്ര കാൽഷ്യമായാണ് എല്ലാം ഉണ്ട് ഇതിൽ തവരയിൽ. പണ്ട് മഴക്കാലത്ത് ആരെടുത്തങ്ങ് കറിയാൻ തൊട്ടെങ്കിൽ തബരയും ചക്കക്കുരു എന്ന് പറയും. ഇപ്പോൾ ആർക്കും വേണ്ടാത്തായത്. അങ്ങനെ ബൾപ്പിൽ ഇതിൻ്റെ തൈ മുളച്ചെങ്കിൽ എടുത്തിട്ട് ചാടാനൊന്നും ഇല്ല. വേറെ പുല്ലരിച്ച് പൊരിക്കുമ്പോൾ ഇതിനെങ്ങനെ വെക്കും, വെച്ചിട്ട് വെണ്ണങ്ങനെ ഇതിലെടുത്തിട്ട് കറി വെക്കും. അപ്പോൾ ഇത് വരാനായിനി കൊമ്പ് കറിക്ക് നല്ലാന്നില്ല. അപ്പം മീത്തന്നിൻ്റെ തിരിയുണ്ട്, പൂവിൻ്റെ ഭാഗം ഉണ്ടല്ലേ, ഇത് മാത്രം എടുത്തിട്ട് കറി വെക്കുന്നത്. കൊമ്പ് വന്നെങ്കിൽ പിന്നെ കയ്പ്പ് വരുന്നത്. അപ്പോൾ രണ്ട് തേയില ഞങ്ങൾക്ക് ഇത്ര കിട്ടീനി. ഇത് തേയില ഈ ചപ്പലെല്ലാം ബന്ധിക്കുമ്പോൾ ആൾക്ക് കുറഞ്ഞിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ബൾപ്പിൻ്റെ പുറത്തുണ്ട് ഒരു കുറച്ച് തൈ. അപ്പോൾ ബൾപ്പിൻ്റെ പുറത്തുനിന്ന് ഞാൻ പറിച്ചിട്ട് വരുന്നു പോയിട്ട് വേഗം നമുക്ക് പിന്നെ കറി വെക്കാം അതിനെ. അപ്പോൾ പുറത്തുനിന്നും തബര പറിച്ചു, അത് ഇത്ര കിട്ടീനി. അപ്പോൾ ഇത് പുറമെ നല്ല ഉണ്ടായതല്ല, ധൂളുമെല്ലാം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പാറ്റ പുതുവെല്ലാം ഉണ്ടാകുക അറിയല്ലേ ഞങ്ങൾക്ക്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഒരു അട്ടിപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിന്. നമുക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ടിട്ട് നല്ലോണം കളിക്കാം. എന്നിട്ട് തബരെടുത്തിട്ട് ഇതിലിട്ടിട്ട് വെക്കാം. ഒരു അരമണിക്കൂറിൽ ഇരിക്കട്ടെ. അപ്പം നമുക്ക് പാറ്റ പൊതുവുണ്ടെങ്കിൽ പോകും. പിന്നെ ധൂള എന്തുണ്ടെങ്കിൽ പോയിട്ട് കിട്ടും. പിന്നെ എടുത്തിട്ട് നമുക്ക് വേറെ രണ്ട് വെള്ളത്തിൽ കവിച്ചെടുക്കാം. കുറച്ച് നേരം ഉപ്പിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ തബര കറി വെക്കുമ്പോൾ രണ്ട് ചക്കക്കുരു ഇട്ടെങ്കിൽ നല്ല പാങ്ങാണ്. അപ്പോൾ ഇത് ഈ ചക്കക്കുരു ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ നല്ല ഉണക്കിയിട്ട് രണ്ട് തൊട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം എടുത്തില്ല, ഇപ്പോൾ സെപ്റ്റംബറായി. കഴിഞ്ഞ മാസം എടുക്കുമ്പോൾ നല്ലതുണ്ടായി. ഇപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തോ വെടുക്കാൻ മാതിരി കാണുന്നില്ല എങ്ങനെ നോക്കുമ്പോഴത്തേക്ക്. ഞാൻ എടുത്തിട്ട് മുറിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു 4-5 മാസത്തേക്ക് ചക്കക്കുരു കേടാവാത്ത വെക്കാം. ഇടയ്ക്ക് പസ വന്ന് കഴിക്കാൻ വെയിലിട്ടിട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ പസാന്ത് വന്നിട്ട് നല്ല കാണുന്നു ചക്കക്കുരു. 4 മാസമായില്ല അത് വെച്ചിട്ട്. അപ്പോൾ ഈ ചക്കക്കുരുവിനെ 2-3 തൊലിയിട്ട് പാങ്ങനെ കവിഞ്ഞ് എന്തായിട്ട് 4 മാസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അത് കുനിക്കുമ്പോഴൊക്കെ നമുക്കറിയും. കുനിക്കുമ്പോഴത്തേക്ക് ഞങ്ങിയിട്ട് ഇങ്ങനെ വേനിങ്ങനെ പൊടിയായിട്ട് വരുന്നെങ്കിൽ അങ്ങനത്തെ ചക്കക്കുരു കളഞ്ഞാൽ കഴിയും. അപ്പം ഞാൻ ഒരു 2-3 ചക്കക്കുരു കളഞ്ഞിന് ഇന്നിട്ട് എടുത്തായിരുന്നു. ബാക്കി ഇത്ര എനിക്ക് കിട്ടീനി. നല്ലോണം 2-3 കവിച്ചെടുത്തിട്ട് വെച്ചിനി. തബര അങ്ങനെ ഉപ്പിലിൻ്റെ വെള്ളത്തിലിട്ടത് അതിനെ ഒരു 2-3 കവിയിട്ട് പാങ്ങാക്കിയിട്ട് വെച്ചിനിട. പിന്നെ ഞങ്ങൾക്ക് ചെറുങ്ങനെ പലത്തിൽ മുറിക്കാം. അങ്ങനെ പൊടിയായിട്ട് മുറിക്കണം ചക്കക്കുരു. കത്തി നല്ലണ്ടെങ്കിൽ ഇതിനകത്ത് ചെറുങ്ങനെ മുറിക്കാം. അത്ര ചെറുങ്ങനെ മുറിച്ചാൽ അത്ര ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ആഴ്ചയിൽ ഞങ്ങൾ 2-3 കുറി ഇങ്ങനെ കിട്ടിയ ചപ്പലെല്ലാം എടുത്തിട്ട് കറി വെക്കും. ബജാറിൽ കിട്ടിയ വിഷമിട്ട സാധനമെല്ലാം കൊടുത്തിട്ട് തിന്നിട്ട് ആവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായ മനസ്സുണ്ട്, പിന്നെ തോരൻ ചീര ഇത് താളുണ്ട്, തോരൻ വെക്കുന്ന താളുണ്ട്, പിന്നെ തവരുണ്ട്, പിന്നെ പൊന്നാങ്കണ്ണിയുണ്ട്, ചാനൻ്റെ ഇല ഉണ്ട്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, ചീര ഉണ്ടായി. കുറി മഴ നല്ലോണം വന്നതിൽ ചീര എല്ലാം പോയിന്. കാരണം ഞങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ദിവസം വെക്കുന്ന ചപ്പല കറിയെല്ലാം ഞങ്ങളെ മിറ്റത്തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ വേറെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് തരാം. എല്ലാ ചക്കക്കുരു ഇങ്ങനെ പൊടിയായിട്ട് മുറിച്ചിട്ട് എടുക്കാം. ഞങ്ങൾക്ക് ചക്കക്കുരു എല്ലാം നല്ല പാങ്ങനെ പൊടിയായിട്ട് മുറിച്ചിട്ട് വെച്ചിന്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തബരനെ നല്ലോണം പൊടിയായിട്ട് മുറിക്കണം. തബരൽ എത്ര ചെറുങ്ങനെ ഞങ്ങൾക്ക് മുറിക്കാൻ കഴിയുന്ന അത്ര ചെറുങ്ങനെ മുറിച്ചൊക്കെ ടേസ്റ്റ് ജാസ്തി. അപ്പം ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കണം. മുറുക്ക പിടിച്ചിട്ട് ചെറുങ്ങനെ മുറിക്കണം.
എല്ലാം മുറിക്കുമ്പോൾ പലക്കെല്ലാം നല്ല മൂർച്ച വേണം. അത്ര മൂർച്ചേണ്ട പലക്കെല്ലാം മുറിക്കുമ്പോൾ ജാഗ്രത ആക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബറലും അങ്ങനെ മുറിഞ്ഞിട്ട് വരും. അപ്പോൾ താപരം ചക്കക്കുരു നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞിന്. ഇത് രണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് വേഗം വെക്കാം. താപരൊക്കെ നല്ല വേഗുണ്ടാന്ന്. ചക്കക്കുരു വേകുന്ന സമയത്ത് താപരം വേവും. അപ്പോൾ രണ്ടും ഒക്കത്തെ വെക്കാം, ഒക്കത്താക്കിയിട്ട്. ഞാൻ ജാസ്തി മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ കറിയെല്ലാം വെക്കുന്നത്. മീൻ്റെ കറിക്കും കോഴിക്കറിക്കും പച്ചക്കറിക്കും എല്ലാം മണ്ണിച്ചട്ടി. എല്ലാത്തിനും വേറെ വേറെ ചട്ടി ഉണ്ട്. പച്ചക്കറി വെക്കുമ്പോൾ അങ്ങനെ വറവ് വെക്കാൻ വേറെ ചട്ടി, നീര് വെക്കാൻ വേറെ ചട്ടി, മീൻ വെക്കുന്ന ചട്ടിയിൽ പച്ചക്കറി വെക്കല, പച്ചക്കറി വെക്കുന്ന ചട്ടിയിൽ മീൻ വെക്കല. അപ്പോൾ ഓരോരുത്തർ സ്റ്റീല് അലുമിനിയം പാത്രമെല്ലാം ഇതാക്കും. അതിനെക്കാട്ടും നല്ലത് മണ്ണിൻ്റെ ചട്ടി തന്നെ. അപ്പോൾ ഈ മണ്ണി ചട്ടി അങ്ങനെ കനിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ ഇതിൽ ഇട്ടിനി. അപ്പോൾ അറിയാത്ത ആൾ നിങ്ങൾ അത് നോക്കിയിട്ട് മണ്ണിൻ്റെ ചട്ടീനെ എങ്ങനെ നല്ല പാങ്ങലെ സൂക്ഷിക്കുക. ഒരു കൊല്ലത്തോളം പൊട്ടുന്നില്ല, കൊല്ലമല്ല രാവിലെ അടുത്ത്. ഇത് ഈ ചട്ടിക്ക് 2 കൊല്ലത്തോളമായി, എന്തായിട്ടില്ല, അടുത്തോളം അനങ്ങിയിട്ട. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വെള്ളം ഇടണോ? അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നു. 1 ഗ്ലാസ് വെള്ളം ഇട്ടിനി. ഒരു മുറി തേങ്ങ എടുത്തിനി. ഇതിൽ ഒരു പസ ബാക്കി വെച്ചിനി, അത് ഒഗരണക്ക് ഇടാൻ. ബാക്കിയുണ്ട തേങ്ങനെ ഇതിൻ്റെ മിത്ത വേറിയിട്ട് കൊടുക്കാം. അത്ര ഉപ്പും ഇട്ടിട്ട് നോക്കിന പാങ്ങല പൊത്തിയിട്ട് വെക്കാം. അടുത്ത വേട്ടെ കുറച്ച് നേരം വേണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് കയ്യിലിട്ടിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറിൻ്റെ എത്ര ആയിന്. ഞാൻ ഇടയിൽ 2 ഇളക്കി കൊടുത്തിട്ട് തീ ചെറുതാക്കിനി. നല്ല ബന്ധിന് വെള്ളം എല്ലാം ആറിയിട്ട് വന്നിതാ. ഞങ്ങൾക്ക് ഇനി ഒഗരണ ഇടണോ? ഒഗരണ ഇടാൻ ഇപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചിന് ഞാൻ. ചട്ടി ചൂടാട്ടോ ഇപ്പിടി. ചട്ടി ചൂടായിനി, കുറച്ച് തേങ്ങ ഇട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക. കടു നല്ല പൊട്ടട്ടെ. കടു പൊട്ടാൻ തുടങ്ങിനി. ഇനി വെള്ളുള്ളി ഇടുക. വെള്ളുള്ളിയിൽ ഇനി കുറച്ച് കൊടുക്കാനുണ്ടങ്ങനെ പാങ്ങ. മുളപ്പൊടി വെള്ളുള്ളിയെല്ലാം നല്ല കൊടുക്കണം കൊണ്ടങ്ങനെ കറിപ്പൊടി ഇട്ട് വെള്ളുള്ളി കായട്ടെ, നല്ലോണം കായട്ടെ. തോന്നുകൊണ്ട് വരുന്നുണ്ട്. വെള്ളുള്ളി കാഞ്ഞിനി. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ഇടാം. മുളകിൻ്റെ പൊടി ഒരു കൊടുക്കാനും വേണം. ഇത് കുഞ്ചപ്പൊടി. ഞങ്ങൾ മുന്തിയെല്ലാം കല്ലിൽ കുനിക്കുമ്പോഴത്തേക്ക് മുളകിനെ കുഞ്ചപ്പൊടിയിൽ നിൽക്കും. അത്ര എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മിക്സിയിലിട്ടിട്ട് എടുക്കുന്നത്. എന്നാൽ പേരിനി കുഞ്ചപ്പൊടി തന്നെ. ഇത് ചപ്പല കറി വെക്കുമ്പോൾ ഉപ്പ് കറിക്ക് ബന്ധിക്കെല്ലാം ഞങ്ങൾ ഇങ്ങനത്തെ പൊടി തന്നെ ഇടുന്നത്. മൈസ് പൊടി ഇടുന്നതല്ല, ഇങ്ങനത്തെ പൊടി ഇട്ടെങ്കിൽ പാങ്ങും. ഇത് മുളകിൻ്റെ പൊടിയും ചൂടായിന്. അപ്പോൾ ഞങ്ങൾ ഉപ്പിട്ട് എടുത്തിട്ട് വെച്ച ഇതുണ്ടല്ലോ, തേങ്ങ അരിപ്പൊടി എടുത്ത് വെച്ചിരുന്നല്ലേ, ബാക്കി വെച്ചിരുന്നല്ലേ, അതിനെ ഇതിലേക്ക് ഇടാം. കുറച്ച് തേങ്ങ നല്ല എണ്ണയിൽ ചൂടാക്കി നല്ല മണം വരുന്നു. മണം വരുവോളം ഇപ്പിടി 2 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കണം. കുറേ കാണായിട്ടില്ല, ഇപ്പിടി ചൂടാക്കി. അപ്പോൾ ഇവിടെ തേങ്ങയും ചൂടായിന്, നല്ല മണം വന്നിനി. ഇപ്പം ഇനി ഞങ്ങൾ ഒരു സ്പെഷ്യൽ സാധനം ഇടുന്നു. ഇതുണ്ടല്ലേ, മിക്സിയിൽ പൊടിച്ചിട്ടെടുത്ത് വറുത്ത അരിൻ്റെ പൊടി. അരി നെല്ലിങ്ങനെ ഞങ്ങൾ ചോറ് വെക്കുന്ന അരി തന്നെ. ഒരു പൊടി അരിനെ നല്ല വറുക്കണം, പൊരിയായിട്ട് വറുത്തിട്ട് അതിനെ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതൊരു ഞങ്ങൾ കാസർഗോഡുകാരെ ഒരു ചെപ്പിടി വിദ്യ, അത് കറിക്ക് മണം കൂട്ടാൻ. ഞങ്ങൾ മുരിങ്ങയിലക്ക് തബരക്കല ഇങ്ങനെ ആക്കിയിട്ടിടും. അപ്പോൾ ഈ ഒഗറിനൊക്കെ തന്നെ ഇട്ടാൻ കായ് ഇട്ടിട്ട് വയ്ക്കുക. ഇങ്ങനെ ആക്കിയെങ്കിൽ എല്ലാം മിക്സായിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞങ്ങൾക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. കളിക്കിട്ട് അപ്പം എന്നെ പൊത്തിട്ട് വെക്കാം, അല്ലെങ്കിൽ മണം പോവും. തുറന്ന് നോക്കാം. കറി പാങ്ങിലായിട്ടുണ്ടാ. അപ്പോൾ തബരയും ചക്കക്കുരു വറവാക്കിയിട്ട് വെച്ചിന്. എല്ലാവർക്കും വേണം കഞ്ഞി കുടിക്കാം. കഞ്ഞിൻ്റെ ഒക്കെ നല്ല പാങ്ങല കൂട്ടാനാണ് ഈ കറി. വെറും കഞ്ഞിയും ഒരു കഷ്ണം ഉപ്പേരും ഈ കറി ഉണ്ടെങ്കിൽ പാങ്ങട വയ്ക്കാം.